ഹലോ, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൈദ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെറിയൊരു മിക്സ് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ റാഗി ഉണ്ടല്ലോ, റാഗി പുട്ടുണ്ടാക്കുന്ന ഒരു സ്പൂൺ കേട്ടോ, ഒരു സ്പൂൺ ചേർത്തിട്ടുള്ളൂ. പുട്ടുപൊടിയാണ്, റാഗി പുട്ടുപൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് സ്പെഷ്യലായിട്ട് നമുക്ക് റാഗിയും കൂടി ചേർത്ത് നമുക്ക് പഴംപൊരി ഒന്ന് റെഡിയാക്കി നോക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈസ്റ്റാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം സോഡാപ്പൊടി ഉള്ളവർക്ക് അങ്ങനെ നമുക്ക് സോഡാപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ ചായ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്, ചായയും പഴംപൊരിയുമാണ് നമ്മളുടെ ഇന്നത്തെ കോമ്പിനേഷൻ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ലൂസായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടിയൊന്നും ആവരുതിട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അത്യാവശ്യം നല്ല കളറിൽ തന്നെ നമുക്കിത് കിട്ടും. റാഗിപ്പൊടി ചേർത്തിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടേസ്റ്റ് അങ്ങനെ ഇല്ല കേട്ടോ. നല്ലതാണ്. നമ്മളുടെ സാധാരണ നമ്മൾ പഴംപൊരി കഴിക്കുന്ന കണക്ക് തന്നെ ഇരിക്കും. നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചായ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പഴംപൊരിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയില്ല, ഒരുപാട് ലൂസും അല്ല കേട്ടോ. ആ ഒരു പരുവത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂടായിട്ട് വരണം. അപ്പം നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണുക കേട്ടോ. നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് പഴംപൊരിയും കൂടെ പൊരിച്ചെടുക്കാം. നമ്മൾ അത്യാവശ്യം കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നല്ല പഴുത്ത ഏത്തക്ക എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല മധുരം കിട്ടാനായിട്ട് നമ്മൾ പഴുത്ത ഏത്തക്ക തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ഏത്തക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി വേണ്ട ഏത്തക്കയാണ് കേട്ടോ. അപ്പം ഏത്തക്ക നല്ല പഴുത്ത ഏത്തക്കയാണ് ഞാൻ അതിലെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? നല്ല പഴുത്ത ഏത്തക്കയാണ്, അപ്പോൾ നല്ല മധുരം കിട്ടും. അപ്പോൾ നമുക്കൊരു പാത്രത്തിനകത്ത് നിന്ന് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാകുന്നതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കണക്ക് നമ്മളുടെ ഏത്തക്ക ഒരു 3-4 പീസൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നല്ല ചൂടോട് കൂടിയ ഒരു പഴംപൊരിയും ഇത് കണക്ക് തന്നെ ചായയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നും ഇങ്ങനെ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓരോ മാവിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ഏത്തക്ക എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2-3 ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതും കൂടി അരിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് മാവിൽ മുക്കി എണ്ണയിലോട്ടിടാം. അപ്പോൾ ഇത് കണക്ക് ഒരെണ്ണം എടുക്കുക, നമ്മളിങ്ങനെ മാവിലോട്ടൊക്കെ മുക്കുക കേട്ടോ. മുക്കിയിട്ട് നമ്മൾ തിളച്ചിരിക്കുന്ന എണ്ണയിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പഴംപൊരിക്ക് സാധാരണ നമ്മൾ ചേർക്കാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അതായത് ആ റാഗി പുട്ട് പൊടി പിന്നെ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് ഈ ഒരു പഴംപൊരിയിലുണ്ട്. അപ്പം മാവ് നല്ലതുപോലെ മുക്കി നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മളുടെ മാവൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ദാണ്ടെ പഴംപൊരി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്കൊരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്കത് തിരിച്ചിടാം. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചായ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് റെഡിയാക്കി വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്, അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ ബാക്കി മാവും ബാക്കി ഏത്തക്കയൊക്കെ ഇത്രയും ഇരിപ്പുണ്ട് കേട്ടോ പൊരിക്കാനായിട്ട്. നമുക്കത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനൊക്കെയുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിത് ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമ്മളതിനെ തിരിച്ചിടുക കേട്ടോ. നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ നോക്കിക്കേ, എന്ത് നല്ല കളറിലാണ് നമ്മളുടെ പഴംപൊരി വന്നിരിക്കുന്നത്.
അപ്പോൾ ഏത്തയ്ക്കപ്പം എന്നൊക്കെ പറയും കേട്ടോ, നമ്മളിവിടെ അങ്ങനെയൊക്കെ തന്നെ പറയും, ഏത്തയ്ക്കപ്പം എന്നാണ് പറയാറുള്ളത് കൂടുതലും. അപ്പോൾ നമ്മളുടെ ഏത്തയ്ക്കപ്പം ഈ ചായയും റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ, നല്ല കളറിലുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ താഴെ കമൻറ്റ്സ് അയക്കുക കേട്ടോ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നല്ല കളറിൽ നല്ല മുരിഞ്ഞിരിക്കുന്ന ഇതുണ്ട്, നമ്മളെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ചായയും പഴംപൊരിയുമാണിത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബാക്കി നമ്മളിതാ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.